എൻ്റെ സ്റ്റുഡൻറ്റും കൂടെയാണ്. അങ്ങനെ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ കോൺട്രാക്റ്റിൽ ഒരു താൽക്കാലിക ജോലിക്കാരൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കൊരു വിലയുണ്ട് നമ്മളൊരു. അപ്പോൾ ഓൺലൈൻ എന്തുകൊണ്ടും ബെറ്റർ ആണെന്ന് വെച്ചാൽ അതൊരു ഗേറ്റ് ലെവലായിരുന്നു. അതെ അതെ, അന്ന് നല്ല ടഫായിരുന്നു. അത് ജോലി ഒഴിവാക്കിയിട്ടിരിക്കും ആള് പറയുന്നത്. അപ്പോൾ ഉള്ളൊരു നെഗറ്റിവിറ്റി ഉണ്ടാവുമല്ലോ വീട്ടുകാർ. ഇപ്പോഴും BSc തന്നെയാണോ പഠിക്കുന്നത്? BSc ഒക്കെ പഠിച്ചിട്ട് എവിടെ എത്താനാണ്? അതെ, കോച്ചിങ് ആണ് ഹെൽപ്ഫുൾ ആയത്. പ്രിപ്പയർ ചെയ്തോണ്ട് പറയാനുള്ളത്, നമുക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും. ഇത് കിട്ടുമോ? ഓവർസിയർ ആയിട്ട് കയറി പിന്നെ LSTD 6ാം റാങ്ക്, KSCB 9ാം റാങ്ക്. ഹായ് ഫ്രണ്ട്സ്, ഇപ്പം ഇന്ന് നമ്മളെ കൂടെ ഇവിടെ ഗസ്റ്റ് ആയിട്ടുള്ളത് ഫബിൽ, എൻ്റെ സ്റ്റുഡൻറ്റും കൂടെയാണ്. അപ്പോൾ നമ്മൾ PSc എക്സാംസുകൾക്ക്, സിവിൽ എക്സാംസുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരുപാട് മോട്ടിവേഷൻ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റിയതാണ്. ഒരുപാട് നല്ല റാങ്കുകളൊക്കെ വാങ്ങി ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇവിടെ KSCB-യിലാണ്. അതിനു മുമ്പ് LSTD-യിലായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, വർക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്, അതുപോലെ കുറേ ആളുകൾക്ക് കുറേ ഡൗട്ടുകൾ ഉണ്ടാവും. എങ്ങനെയാണ് ഇതിലോട്ട് വന്നത്, ഇനി എന്താണ് ഇപ്പോൾ നമ്മൾ ബിടെക് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നമ്മുടെ ആ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഫബിൽ നിങ്ങളായിട്ടും പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ എവിടെയായിരുന്നു ആദ്യം? LSTD അല്ലേ? ഞാൻ ആദ്യം LSTD-യിലാണ് ജോയിൻ ചെയ്തത്. പിന്നെ റാങ്ക് എത്ര? LSTD അസിസ്റ്റന്റ് എക്സാമിൽ 6th റാങ്ക് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം ഓൺലൈനായിട്ടായിരുന്നു ഞാൻ കോച്ചിങ് എടുത്തിരുന്നത് അന്ന്. അപ്പം എന്താ സംഭവിച്ചാൽ, ഞാൻ കോവിഡിൻ്റെ സമയത്താണ് പഠിക്കാൻ തുടങ്ങിയത്. 2019 ബിടെക് പാസ് ഔട്ട് 2014-ലാണ്. പിന്നെ ഞാൻ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോഴിക്കോടിലാണ്. പിന്നെ GC കോഴിക്കോടാണ്. പിന്നെ ഇതിലോട്ട് ഈ ഒരു എന്താ പറയുക, ഗവൺമെന്റ് എക്സാം പ്രിപ്പയർ ചെയ്യാൻ വരാൻ കാരണം, പ്രിപ്പയർ ചെയ്താൽ കിട്ടും അല്ലെങ്കിൽ തോന്നാൻ കാരണം എന്താണ് ഇത് ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ? എന്ന് വെച്ചാൽ നമ്മൾ ബിടെക് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഉടനെ ഗേറ്റ് കോച്ചിങ്ങിന് ഹൈദരാബാദ് പോയി. പിന്നെ അവിടെ പഠിച്ചു കഴിഞ്ഞ് നേരെ ഗേറ്റിന് ചേർന്നു. അപ്പോൾ 2015 മുതൽ 17 വരെ പിന്നെ MTech ചെയ്തു. MTechന്റെ സമയത്ത് നമുക്ക് സിവിലിന് കുറച്ചൊരു ഡൾ സമയമായിരുന്നു. അപ്പോൾ നമ്മളെ കോളേജിൽ തന്നെ കുറച്ച് ഫേംസ് മാത്രമേ പ്ലേസ്മെന്റിൽ വന്നിട്ടുള്ളൂ. അപ്പം ഹയർ മാർക്കുകളുള്ള കുറച്ച് പിള്ളേർ മാത്രം പ്ലേസ്ഡ് ആയി. ബാക്കിയുള്ള കുറച്ച് ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ ഒരു 17-18 പേരെ ഉണ്ടാവുള്ളൂ MTechന് NIT-കളിലൊക്കെ. അപ്പോൾ ഞാൻ NIT നാഗ്പൂരാണ് ഞാൻ MTech ചെയ്തത്. അപ്പം അവിടെ LNT, സ്പെക്ട്ര, അങ്ങനെ കുറച്ച് കമ്പനികൾ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം അതിൽ കുറച്ച് പേർക്ക് കിട്ടി. ബാക്കിയുള്ളവർ ഞാൻ ഇപ്പം പഠിച്ചു കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഓപ്ഷനൊന്നുമില്ല. പിന്നെ ഉള്ളത് PhD ആണ് നമ്മൾ ഓപ്ഷൻ. പ്രൈവറ്റ് കയറണം. വരും പ്രൈവറ്റ് കുറച്ച് ഇൻ്റർവ്യൂസിനൊക്കെ പോയി. പിന്നെ ഉടനെ തന്നെ എൻ്റെ സ്വന്തം പഞ്ചായത്തിൽ ഒരു കോൺട്രാക്ട്, ഒരു വേക്കൻസി, അക്രഡിറ്റഡ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ നമ്മളെ NREGS എന്ന് പറഞ്ഞ സ്കീം താൽക്കാലികമായിട്ട്. അപ്പം അതിൻ്റെ ഒരു ഇത് വന്നു. അപ്പോൾ അതിന് അപേക്ഷിച്ചു. അങ്ങനെ അവിടെ കിട്ടി. അപ്പോൾ 2018 മുതൽ 2018-19 1.5-2 വർഷത്തോളം പഞ്ചായത്തിൽ വർക്ക് ചെയ്തു. അങ്ങനെ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ കോൺട്രാക്റ്റിൽ ഒരു താൽക്കാലിക ജോലിക്കാരൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. അതായത് നമ്മൾ സ്ഥിരം ജോലി, അപ്പോഴാണ് തോന്നിയത് സ്ഥിരമാക്കിയാലാണ് നമുക്കൊരു വിലയുണ്ട്. അതായത് നമുക്കൊരു ഇത് വേണമെങ്കിൽ നമ്മൾ MTech ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളതേ ലോ ലെവലിൽ തന്നെ വർക്ക് ചെയ്യുകയാണെങ്കിൽ പറ്റില്ലല്ലോ. അപ്പോൾ MTech കഴിഞ്ഞിട്ട് പിന്നെ കോൺട്രാക്ട് ആയിട്ട് എവിടെ കയറിയതല്ലേ? നാട്ടിൽ തന്നെ കയറിയത്. MTech കഴിഞ്ഞ് വന്നു. പിന്നെ കോൺട്രാക്ട് ആയിട്ട് 2018 നാട്ടിൽ തന്നെ സ്വന്തം പഞ്ചായത്തിൽ വർക്ക് ചെയ്തു. വർക്ക് ചെയ്തപ്പോഴാണ് ഇത് സ്ഥിരം ജോലി ആയാൽ മാത്രമേ നമുക്ക് താൽക്കാലികമായിട്ട് ഒരു മെച്ചമില്ല, നമുക്കൊരു ഹാപ്പിനെസ് ഇല്ല. ഉണ്ട്, എയ്മാരുണ്ട്. അപ്പം എയ്മാരുണ്ട് അവിടെ. ഓവർസിയർ ലെവൽ ആണെങ്കിൽ പോലും ഒരു സ്ഥിരം ജോലിക്കാരന് കിട്ടുന്ന ഒരു വേറെ ഒരു പരിഗണനയും ഒരു കോൺട്രാക്ട് ജോലിക്കാരന്റെ പരിഗണനയും വേറെയാണ്. അപ്പൊ തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇത് പഠിക്കാൻ. അപ്പം എന്താ വെച്ചാല് ജോലി നിർത്തി. ഇത് കോൺട്രാക്ട് ജോലി നിർത്തിയിട്ടാണ് 2019. അങ്ങനെയാണ് ഞാൻ കോച്ചിങ്ങിലേക്ക് തിരിയുന്നത്. ഫസ്റ്റ് ഞാൻ എടുത്തത് ഓവർസിയർ ലെവലിലാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്ന് വെച്ചാൽ ഓവർസിയർ ലെവലിലാകുമ്പോൾ കുറച്ചും കൂടി ബേസിക്സ് മാത്രം നോക്കിയാൽ മതി. വേക്കൻസി കൂടുതലുണ്ട്. പിന്നെ ബേസിക്സ് നോക്കിയാൽ മതി. നോൺ ടെക് ഫസ്റ്റ് നോക്കിയിരുന്നു. അതായത് LDC ലെവലിൽ ഫസ്റ്റ് നോക്കി തുടങ്ങിയിരുന്നു. പക്ഷേ അതിൽ ജനറൽ നോളജ് കുറെ കാര്യങ്ങളുണ്ട്. മലയാളം, ഇംഗ്ലീഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായി തോന്നി. അപ്പോൾ ഭാഗ്യത്തിന് ടെക്നിക്കൽ എക്സാംസ് ഈ ജനറൽ നോളജ് ഭാഗങ്ങളൊക്കെ ഒഴിവാക്കുകയും ചെയ്തു. ആ സമയത്താണ് നമ്മൾ. അപ്പം അതൊരു വളരെ ഉപകാരപ്പെട്ടു. അപ്പോൾ ടെക്നിക്കൽ എക്സാം പഠിക്കാൻ തന്നെ ഇറങ്ങി. അപ്പം ഫസ്റ്റ് ഓവർസിയർ ലെവലിന് ഞാൻ കാര്യപ്പെട്ട് നോക്കി പഠിച്ചത് SSC JEE-ന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് സിമ്പിൾ 1 വേർഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കി പഠിച്ചു തുടങ്ങിയത്. അതിനുശേഷമാണ്
പിന്നെ നമ്മൾ കോച്ചിങ് ഒരു സാറുണ്ടായിരുന്നു നമുക്ക് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സാറായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് ആണ് പറഞ്ഞത് ഇപ്പോൾ M.Tech ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒരു ഓവർസിയർ ലെവൽ നോക്കിയാൽ പോരാ, ഒരു A ലെവലിൽ നോക്കണം എന്നുള്ളത് പറഞ്ഞു. വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളത് A ലെവലിൽ നോക്കിയാൽ നമുക്ക് ഓവർസിയർ ലെവൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും, കിട്ടും. അത് നേരത്തെ കിട്ടത്തില്ല. അങ്ങനെയാണ് ഞാൻ AE കോച്ചിങ്ങിലേക്ക് കിടക്കുന്നത്. അപ്പോൾ AE കോച്ചിങ് നോക്കുമ്പോൾ അപ്പം കോവിഡ് ആയി. എന്നുവെച്ചാൽ 2018-19 ലാസ്റ്റിലാണ് കോവിഡും വരുന്നത്. അപ്പോൾ പിന്നെന്താ പറയുക, ഓഫ്ലൈൻ ക്ലാസ് ഇല്ല. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഒരുപാട് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതെ, അങ്ങനെയാണ് സാറേ ക്ലാസ്സിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഓൺലൈനിൽ ജോയിൻ ചെയ്തു. അപ്പം ഓൺലൈനിൽ കോവിഡും ഓൺലൈൻ ക്ലാസ്സും വളരെ എന്താ പറയാ, പഠിക്കുന്ന ആളുകൾക്ക് അത് നല്ലൊരു സമയം. അതെ, നല്ലൊരു സമയമാണ്. എന്ന് വെച്ചാൽ വേറെ ഒരു എൻഗേജ്മെന്റ് ഇല്ല, വേറെ പരിപാടിയിലോട്ടും ഒന്നുമില്ല. നമ്മള് ക്ലാസ്സുകൾ കാണുക, പക്ഷെ എന്നാലും കുട്ടികൾ ഒരുപാട് പേര് ഓൺലൈൻ വെച്ച് എങ്ങനെയാ പഠിക്കുക എന്നുള്ളതൊക്കെ അതൊന്നും ഒരു ഇതല്ല. ഓൺലൈൻ ആണെങ്കിൽ നമ്മൾ അതിന് സമയം, അതായത് നമ്മളെ വീട്ടുകളിൽ വേറെ കാര്യങ്ങൾ ഉണ്ടാവും, പല എൻഗേജ്മെന്റ് ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെക്കണം. അത് ഞാൻ കാര്യപ്പെട്ട് പഠിച്ചിരുന്നത് രാവിലെയും രാത്രിയാണ് പഠിച്ചിരുന്നത്. അതിന്റെ ഇടയ്ക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാലോ. ക്ലാസ്സുകൾ പ്രിപ്പറേഷൻ കുട്ടികൾക്ക് ഓൺലൈൻ കാണുന്നവർക്ക് നമ്മളിപ്പോ ഇങ്ങനെ പഠിച്ചപ്പോ ഒരു പ്ലാനും സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാവുമല്ലോ. എങ്ങനെയായിരുന്നു ക്ലാസ്സുകൾ കാണാൻ നോട്ട് ചെയ്ത്? പിന്നെ ക്ലാസ് ഇപ്പം രാവിലെ എനിക്ക് ഗൂഗിൾ മീറ്റ് ആയിട്ടും മീൻസ് സൂമിൽ കൂടെയും ക്ലാസ് ഉണ്ടായിരുന്നു, പിന്നെ റെക്കോർഡഡ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ സൂമിൽ കൂടെയുള്ള ക്ലാസ് ക്ലാസ് കേൾക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു നോട്ട് ആയിട്ട് നമ്മൾ ഷോർട്ട് നോട്ട് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യും. പിന്നെ ക്ലാസ് ഒരു പ്രാവശ്യം കേൾക്കാൻ പറ്റും, പിന്നെ റിപ്പീറ്റ് അടിച്ച് കേൾക്കുന്ന ഒരു സമയം വെറുതെ പോവാണ്. അപ്പോൾ ക്ലാസ് കേൾക്കുക, ഒരു ഷോർട്ട് നോട്ട് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ആ ഷോർട്ട് നോട്ടിൽ നിന്ന് തന്നെ വീണ്ടും നമ്മളത് ആറ്റിക്കുറുക്കി ഒരു ചെറിയൊരു നോട്ട് ബുക്ക്, ഒരു ക്യാപ്സ്യൂൾ ബുക്ക്, അതായത് നമ്മളെ പോക്കറ്റ് ഡയറിയിൽ പോയിന്റ്സ് മാത്രം എഴുതി വെച്ചിട്ട്, അതായത് എന്തിനു ഉപകാരപ്പെടുക വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ബുക്ക് നോക്കിയാൽ നമ്മൾ റിവിഷൻ നടക്കണം. കാര്യങ്ങൾ ബാക്കിയെടുക്കണം. അതായത് ക്ലാസ് നോട്ട് പിന്നെ പറ്റില്ല, ഈ ഷോർട്ട് നോട്ട് ഒന്നും യൂസ് ചെയ്യാതെ ആ ഡയറി ഉപയോഗിച്ചിട്ട് നമുക്ക് പഠിക്കാൻ കഴിയണം. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ എഫക്റ്റീവായി റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ആ നോട്ട് മാത്രമേ പിന്നെ പഠിക്കുള്ളൂ. ലാസ്റ്റ് റിവിഷൻ ഇപ്പം എക്സാമിൻ്റെ ഒരാഴ്ച മുന്നേ അങ്ങനത്തെ കുറേ സെറ്റ് നോട്ട് ഉണ്ടാവും. ഇപ്പോൾ ഒരു RCC ആണെങ്കിൽ ഒരു സെറ്റ്, ഇപ്പം സർവേ ആണെങ്കിൽ ഒരു സെറ്റ്, അങ്ങനെ ഒരു ഡയറി ഉണ്ടാവും. ആ ഡയറി വെച്ചിട്ടാണ് പിന്നെ നമ്മൾ റിവിഷൻ ചെയ്യുള്ളൂ. അത് മാത്രമേ പിന്നെ ലാസ്റ്റ് നോക്കുന്നുള്ളൂ. പിന്നെ കാര്യപ്പെട്ട എനിക്ക് ഉപകാരപ്പെട്ടതെന്ന് വെച്ചാൽ പിന്നെ ഗേറ്റിന്റെ ക്വസ്റ്റ്യൻസും IASന്റെ 1 മാർക്കിന്റെ നമ്മളൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങള് എയുടെ പ്രീവിയസ് മാത്രം നോക്കാതെ SSCGI അതുപോലെ ES ഗേറ്റിന്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. അത് തന്നെയാണ് ഇപ്പൊ ഈ ലാസ്റ്റ് നടന്ന എക്സാംസുകളിലൊക്കെ അവർ ഗേറ്റ് ESന്റെ 1 മാർക്ക് പാറ്റേൺ തന്നെയാണ് PSC AI എക്സാംസിനൊക്കെ ചോദിക്കുന്നത്. അപ്പൊ പിന്നെ നോട്ട് ചെയ്തും അതായത് ഫസ്റ്റ് നമ്മൾ എന്തായാലും ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കണം. അതായത് നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ഒന്നും അറിയാതെ നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കിയോണ്ട് ഒരു കാര്യമില്ല. അതെ, അപ്പോൾ പിന്നെ എന്തായാലും ഒരു ക്ലാസ് അല്ലെങ്കിൽ നമ്മളൊരു പ്രിപ്പറേഷൻ എന്തായാലും വേണം. അപ്പോൾ ഓൺലൈൻ എന്തുകൊണ്ടും ബെറ്റർ ആണെന്ന് വെച്ചാൽ നമുക്ക് വേറെ എന്ത് എൻഗേജ്മെന്റ് ഉണ്ടെങ്കിലും ഓൺലൈൻ ഇടയ്ക്ക് നമുക്ക് കുറച്ച് സമയം കണ്ടെത്തി കഴിഞ്ഞാൽ ഓൺലൈൻ നമുക്ക് ഉപകാരപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ ഓഫ്ലൈൻ ആകുമ്പം ഫുൾ ടൈം ക്ലാസ് ആയിരിക്കും, അല്ലെങ്കിൽ ശനി ഞായർ ക്ലാസ് ആയിരിക്കും. അതെ, ആ സമയത്തിലൊക്കെ നമ്മുടെ സമയം ഫുള്ള് പോകും. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യുകയും ചെയ്യാം. ഓൺലൈനിൽ ക്ലാസ് ആകുമ്പോൾ അതെ, നമ്മൾ വിചാരിച്ച് കുറച്ച് സമയം ഇതിന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടും പറ്റും. പിന്നെ ഏകദേശം ഓൺലൈൻ തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അത് ഓൺലൈൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. റിവിഷനുകൾ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ക്ലാസിന്റെ ആഴ്ചയിൽ റിവിഷൻ എന്ന് പറയുമ്പോൾ ഞാൻ കാര്യപ്പെട്ട് ഇന്ന സബ്ജക്റ്റ് റിവിഷൻ എന്നില്ല. നമ്മൾ ഏതെങ്കിലും ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും, അത് ചെയ്യാം. അത് കിട്ടുന്നില്ലെങ്കിൽ ഏത് ഭാഗമാണോ ആ സബ്ജക്റ്റ് ഒന്നുകൂടി നോക്കുക. ഉണ്ട്. പിന്നെ പ്രീവിയസ് AE എന്തായാലും ചെയ്ത് നോക്കുക. ഞാൻ ഫസ്റ്റ് എഴുതിയ എക്സാം എനിക്ക് തോന്നുന്നു 2017-18 പിന്നെ ഒരു ഹൈഡ്രോളജിന്റെ ഹാർബർ എക്സാം, ആ ഒരു എക്സാം ആണ് ഫസ്റ്റ് എഴുതിയത്. അതൊരു ഗേറ്റ് ലെവലായിരുന്നു. അതെ, അന്ന് നല്ല ടഫായിരുന്നു. ഞാൻ ഇപ്പോൾ ഗേറ്റ് കോച്ചിങ് വന്നു കഴിഞ്ഞ ഉടനെയാണ് അത് എഴുതിയത്. അപ്പം അത് നല്ല ടഫായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ 2020 ഒരു PWD ഇറിഗേഷൻ ഉണ്ടായിരുന്നു. ഒരു മാസം തന്നെ 20 ദിവസത്തെ പ്രിപ്പയർ ചെയ്തിരുന്നു എക്സാം. അതില്ല, അത് കഴിഞ്ഞ് അപ്പോഴാണ് ഞാൻ ജോലിയിൽ, ഞാൻ പറഞ്ഞില്ലേ M.Tech കഴിഞ്ഞ് വന്ന് ജോലി കയറി. പിന്നെ അതിന് പ്രിപ്പറേഷൻ ഇല്ല. നമ്മൾ ജോലി കയറി കഴിഞ്ഞാലുള്ള ഒരു നെഗറ്റീവ് ഉണ്ട്. ഇത്
അതായത് നമുക്ക് ശമ്പളം കിട്ടി തുടങ്ങിയാൽ പിന്നെ പഠിക്കാനുള്ളൊരു അവര് ഇതാവും. നമ്മളെ ഹൈ ലെവലിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല. പിന്നെ ക്ലാസ്സുകൾ തുടങ്ങി, ഓൺലൈനിൽ തുടങ്ങി, ടെസ്റ്റുകളൊക്കെ സ്ഥിരമായിട്ട് തന്നെ ക്ലാസ്സിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയല്ലേ, നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളത്. ടെസ്റ്റും അതാ പറഞ്ഞ ഇപ്പം ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറും ഈ ടെസ്റ്റും, അതായത് കമ്പൈൻഡ് ആയിട്ട് ടെസ്റ്റ് ഉണ്ടാവും. ഇന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ആകുമ്പോൾ വെച്ചാൽ ആ സബ്ജക്റ്റ് മാത്രമേ നമ്മളെ മനസ്സിൽ വരുള്ളൂ. അപ്പം കമ്പൈൻഡ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ സബ്ജക്റ്റും അപ്പം ഒരു 100 മാർക്ക് തന്നെ വേണമെന്നില്ല, ഒരു 50 മാർക്കിന്റെ. അപ്പോൾ ഓരോരോ ചാപ്റ്ററിന് ഒരു 2 ക്വസ്റ്റ്യൻ ആയാലും വെച്ചിട്ട് ഓരോ സബ്ജക്റ്റിന് 2 ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു അസസ്മെന്റ് കിട്ടും. നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്, നമ്മൾ എവിടെ എത്തിയെന്ന് മനസ്സിലാവും. ഇനി നമ്മൾ എന്ത് പഠിക്കേണ്ടതെന്ന് മനസ്സിലാവും. ഗേറ്റ് ലെവൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഫസ്റ്റ് ഏതാണ് പിന്നെ ഈ പ്രിപ്പയർ ചെയ്ത ഫസ്റ്റ് എക്സാം? പ്രിപ്പയർ ചെയ്ത ശേഷം ഫസ്റ്റ് എഴുതിയത് ഓവർസിയർ ആണ്. ഓവർസിയർ, 3rd ഗ്രേഡ് ഓവർസിയർ ഇറിഗേഷൻ. ഞാൻ ഫസ്റ്റ് ജോലി കയറിയതും ഓവർസിയർ ആയിട്ടാണ്. ഓവർസിയർ ആയിട്ട് ഞാൻ ഓൺലൈൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്ത സമയത്താണ് അതിന്റെ അപ്പോയിന്റ്മെന്റും അഡ്വൈസും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് LSTD ആണ് അല്ലേ? അതിലാണ് റാങ്ക് 6ാമത്തെ റാങ്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ 6th റാങ്ക് LSTD എക്സാംസിൽ. പിന്നെ LSTD ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു 2024 വീണ്ടും, കാരണം ഇപ്പോൾ ഫബിൽ തന്നെ പറഞ്ഞു ഏകദേശം അവരെ കിട്ടിയില് 90. അപ്പൊ പിന്നെ 120 പേർക്കാണ് ഫസ്റ്റ് നമുക്ക് അഡ്വൈസ് പോയത്. അതിൽ 90ഓളം പേര് KCB-യിലേക്ക് മാറി. അപ്പോൾ ഇത്രത്തോളം ഒഴിവുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഒരുപാട് പുതിയ ഒഴിവുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ LSTD മീൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാലേ 8 മാസം അല്ലെ ഒരു 1 ഇയർ ധാരാളം ടൈമാണ്. 1 ഇയർ എൻ്റെ ഒരു ഇതിലെ ഒരു 1 ഇയർ പ്രിപ്പറേഷൻ ആണെങ്കിൽ നല്ലോണം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ അതിൽ നമ്മളെ റിപ്പീറ്റഡ് റിവിഷൻസും ഈ ടെസ്റ്റ് എഴുതുന്നതും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലെവലിൽ നമ്മൾ എത്തും. പക്ഷെ ഒരു 1 ഇയർ വേണ്ടി വരുന്ന എന്റെ ഇതിലാണ്ടോ, അതിൽ കുറഞ്ഞാലും ഉണ്ടാവും. പക്ഷെ 1 ഇയർ എന്തായാലും 1 ഇയർ പ്രിപ്പറേഷൻ വേണം. ബേസ് ഒന്ന് ഇട്ടിട്ട് നമ്മൾ പറഞ്ഞ ലെവൽ വരെ, അതുപോലെ എല്ലാ ദിവസവും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, എല്ലാ ദിവസവും എക്സാം എഴുതിയിട്ട് വൃത്തിയോട് കൂടിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ വളരെ വൃത്തിയായിട്ട് മെനയോട് കൂടിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം വരുന്ന കേസുകളൊക്കെ. വേറെ ഇപ്പോൾ എന്തായിരുന്നു നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തുള്ള മെയിൻ ഒരു ചലഞ്ചുകളൊക്കെ? പ്രിപ്പയർ ചെയ്യുന്ന സമയം നമ്മൾ ഓൾറെഡി എന്തെങ്കിലും ഒരു എക്സാമിനോ അല്ലെങ്കിൽ പിന്നെ എന്തിനെങ്കിലും നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ അത് ജോലി ഒഴിവാക്കിയിട്ടിരിക്കും ആൾ പറയുന്നത്. അപ്പോൾ ഉള്ളൊരു നെഗറ്റിവിറ്റി ഉണ്ടാവുമല്ലോ വീട്ടുകാർ. ഇപ്പോഴും BSc തന്നെയാണോ പഠിക്കുന്നത്? BSc ഒക്കെ പഠിച്ചിട്ട് എവിടെ എത്താനാണ്, എന്ത് കിട്ടാനാന്നുള്ള ഒരു നെഗറ്റിവിറ്റി ഓൾറെഡി ഉണ്ടാവും. പക്ഷെ എനിക്ക് ഒന്നാമത് ഉപകാരപ്പെട്ടത് നാട്ടുകാരായിട്ടൊരു ബന്ധമല്ലേ, കോവിഡും പിന്നെ കണ്ടെയ്ൻമെന്റും. അപ്പോൾ ഞാൻ പറയുമ്പോൾ ഓൺലൈൻ ആവുമ്പോൾ അത് കുറേ കുറഞ്ഞു കിട്ടും ഈ നെഗറ്റിവിറ്റി. നമ്മൾ പഠിക്കുന്നൊന്നും ആരും അറിയുന്നില്ലല്ലോ, പോകുന്നില്ലല്ലോ. അപ്പം പിന്നെ ഓൺലൈൻ ആവുമ്പോൾ ആരും അറിയില്ല നമ്മൾ പഠിക്കാണ്. അത് നമ്മളെ ഇതിൽ വെച്ചാൽ മതി പഠിക്കുന്നത്. പിന്നെ ഓവർസിയർ ആയിട്ട് കയറി. പിന്നെ ഓവർസിയർ ആയിട്ട് ഒരു 5 മാസം മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അതിന് അപ്പോൾ തന്നെ അഡ്വൈസ് വന്നു, അപ്പോയിന്റ്മെന്റ് വന്നു. അപ്പോൾ LSTD പിന്നെ 2022 ഫസ്റ്റ് പോസ്റ്റിംഗ് കാസർഗോഡ് ജില്ലയിലായിരുന്നു. അത് പിന്നെ ഓൾ കേരള ആയതുകൊണ്ട് എവിടെയും പോസ്റ്റിംഗ് ആവാം. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റം കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ LSTD എന്ന് പറയുമ്പോൾ പിന്നെ കുറച്ചൊരു നമുക്ക് ആൾക്കാരായിട്ട് കുറച്ച് മിംഗ്ലിംഗ് ഉള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ KCB LSTD ഒക്കെ ഒരു എക്സാം ഒരുമിച്ചായിരുന്നു. അതാണ് നമുക്ക് 6 എക്സാംസ് ഒരുമിച്ചായിരുന്നു നടത്തിയത്. അപ്പൊ അതിന് ഇന്റർവ്യൂസ് മാത്രം വേറെ, അപ്പൊ LSTDക്ക് വേറെ ഇന്റർവ്യൂ. അതെ, അതുകൊണ്ട് KCB-യിൽ 9ാമത്തെ റാങ്കായിരുന്നു. പിന്നെ അതും പെട്ടെന്ന് പിന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ മെയ്യിലാണ് പിന്നെ KCB-യിലേക്ക് മാറുന്നത്. ഇനിയിപ്പോ എക്സാംസ് ഒന്നും ഇപ്പൊ എഴുതുന്നുണ്ട്, അസിസ്റ്റന്റ് പ്രൊഫസർ എഴുതുന്നുണ്ട്. പിന്നെ പക്ഷെ അത് പിന്നെ KCB-യിൽ ജോയിൻ ചെയ്ത ശേഷമാണ് എഴുതിയത്. അതന്നെ, വർക്കിന്റെ ഇടക്ക് പഠിക്കാനുള്ള ഒരു പ്രശ്നമുണ്ട്. എന്തായാലും അപ്പോൾ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ എന്തായാലും പ്രിപ്പറേഷൻ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആണ്. അതെ, കോച്ചിങ് ആണ് ഹെൽപ്ഫുൾ ആയത്. A ലെവലില് ഓവർസിയർ ലെവലിൽ സ്വന്തം നോക്കി തുടങ്ങിയതിൽ നിന്ന് A ലെവലിലുള്ള കോച്ചിങ് എടുത്തതുമാണ് ഒരു ടേണിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അരുൺ സാറി. അതെ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് അരുൺ സാറെ ക്ലാസ്സാണ്. അരുൺ സാറെ ക്ലാസ് എന്ന് വെച്ചുമ്പോൾ RCC, ജിയോടെക്, കോൺക്രീറ്റ് ടെക്നോളജി, ഈ 3 ക്ലാസ് ആണ്. പിന്നെ ക്ലാസ് കേൾക്കുക, ആ സാറ് കുറേ ക്വസ്റ്റ്യൻസ് പറയും, പിന്നെ ബുക്കും പറയും. ആ ബുക്കും ക്വസ്റ്റ്യൻസും നോക്കുക. അപ്പം RCC, ജിയോടെക് ഇത് കഴിഞ്ഞു, പിന്നെ അത് നോക്കണ്ട.
അപ്പോൾ ഞാൻ ചെയ്ത സ്ട്രാറ്റജി അത് തന്നെയായിരുന്നു. ഈ സാറെ ക്ലാസ് ഞാൻ ഫുള്ള് അറ്റൻഡ് ചെയ്തു, അത് ഫുള്ള് റിവിഷൻ ചെയ്തു, അത് തീർത്തു. പിന്നെ അത് നോക്കണ്ട, പിന്നെയാണ് ബാക്കിയുള്ളത് നമ്മൾ നോക്കണ്ടുള്ളൂ. അങ്ങനെ പിന്നെ അതുപോലെ പിന്നെ ആദർശ് സാറെ ക്ലാസ് പറയുകയാണെങ്കിൽ ഫുള്ള് നമ്മളിപ്പോൾ ഒരു ഗേറ്റ് ലെവല് അല്ലെങ്കിൽ നമ്മളൊരു കോളേജിൽ പഠിക്കുമ്പോൾ എങ്ങനെയാണോ നമുക്ക് ബേസ് ഉണ്ടാവാൻ വേണ്ടി പഠിക്കുന്നത് ആ ലെവലിലാണ് ആദർശ് സാറെ ക്ലാസ് ഉള്ളത്. അപ്പം പിന്നെ ബേസ് നല്ലോണം കിട്ടും. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആയാലും സർവേ ആ നോട്ട് എഴുതി കിട്ടാൽ നമുക്ക് ആ ബേസ് ആ സബ്ജക്റ്റിന്റെ ഫുൾ ബേസ് ആയി. പിന്നെ നമ്മൾ കോമ്പറ്റീറ്റീവ് എക്സാമിന് പോലെ അല്ലാതെ തന്നെ നമുക്ക് ആ ബേസ് ആ സബ്ജക്റ്റ് അങ്ങനെ തന്നെ ഉണ്ടാവും. സർവേ ഒക്കെ ആയാലും അങ്ങനെ തന്നെ ആ ബേസ് അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഇത് കാണുന്നവർ ഒക്കെ ഞാൻ പറഞ്ഞില്ല, ഈ പറഞ്ഞ പോലെ എക്സാംസുകൾ ഇപ്പോൾ ഇനി ഒരുപാട് നമുക്കിപ്പോൾ ഈ 2023 കഴിഞ്ഞ് ഇനി 2024 ഒരുപാട് എക്സാംസുകൾ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് കപ്പിലിൻ്റെ അവസാനം കപ്പിലൂടെ എന്താ പറയാനുള്ളത് പ്രിപ്പയർ ചെയ്യുന്നവരോട്? പ്രിപ്പയർ ചെയ്തോട് പറയാനുള്ളത്, നമുക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവും, ഡൗട്ട് ഉണ്ടാവും, ഇത് കിട്ടുമോ, എത്താൻ പറ്റുമോ, ഇത്രയും കോമ്പറ്റീഷൻ. നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മുന്നേ ഞാൻ പഠിച്ചു തുടങ്ങുമ്പോൾ ഉള്ള കേസ് പറയുകയാണെങ്കിൽ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ നോക്കിപ്പോയാൽ കിട്ടുമെന്നാണ് ഒരു ഇത് അന്നുള്ള ഒരു ധാരണ ഉണ്ടായത്. പക്ഷേ നമുക്ക് പഠിച്ചു തുടങ്ങിയാൽ മനസ്സിലായി അതിനോട് കൂടെ ഒരു കാര്യമൊന്നുമില്ല. ആ ക്വസ്റ്റ്യൻ നമുക്കൊരു ബേസിന് പറ്റും. പിന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ട് പിന്നെ എന്താ പറയുക, നമ്മൾ ഇതിനു വേണ്ടി സമയം മാറ്റി വെക്കണം. എന്തൊക്കെ വന്നാലും ഒരു ദിവസം ഇത്ര മണിക്കൂർ ഇപ്പൊ നമുക്ക് ഓരോ കംഫർട്ടബിൾ സമയം ഉണ്ടാവും. ഇപ്പൊ രാത്രി ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന പോലെ ഉണ്ടാവും, രാവിലെ ഇരുന്ന് പഠിക്കാൻ ഉണ്ടാവും. അപ്പം നമ്മൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ, അതായത് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ, ആ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്കായിട്ടൊരു സമയം വേണം. ഇത് ഒന്നെങ്കിൽ രാവിലെ രാത്രി. അതെ അതെ, നമ്മളോട് ഇതിൻ്റെ ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ക്ലാസ് എന്ന് വെച്ചാൽ നമ്മൾ ബേസ് ഉണ്ടാക്കാൻ നമുക്ക് സംശയമുള്ളത് നമ്മൾ റെഫർ ചെയ്ത് കണ്ടുപിടിച്ച് ഒരു ഡൗട്ട് തീർക്കുന്നതും നമുക്കൊരു ക്ലാസ് കൂടെ കിട്ടുന്നതും തമ്മിൽ എന്ന് വെച്ചാൽ അത്രയും സമയം നമുക്ക് സേവ്ഡ് ആണ്. അപ്പം അങ്ങനെ ആ ക്ലാസ് കിട്ടിയിട്ട് ഈ ഒരു സമയം നമ്മളിതിന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കിട്ടും. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഓവർസിയറായിട്ട് കയറി, പിന്നെ പിന്നെ LSTDയിൽ 6ാം റാങ്ക്, KSCBയിൽ 9ാം റാങ്ക്, അങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ എന്തായാലും ഇതിന്റെ നമ്മളൊരു എഫേർട്ട് ഇതിന്റെ വെയിൽ വേണം. കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ ഇപ്പം കുട്ടികളൊക്കെ ഗേറ്റ് ലെവലിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. ഏത് ഇപ്പം ഇറങ്ങുന്ന ബിടെക്കാരൊക്കെ ഗേറ്റ് ലെവലിലാണ് അവർ. നമ്മൾ ഇറങ്ങുന്ന പോലെ ഇപ്പൊ നേരിട്ട് ബിടെക് കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടികൾ അതെ ഈ കോച്ചിങ് കണ്ടിട്ടാണ് വരുന്നത്. എന്ന് വെച്ചാൽ അതൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ഈ ഗവൺമെന്റ് ജോലി എന്നുള്ളത് ഒരു ലൈഫ് സെറ്റാണ്. പിന്നെ ആരും ചോദിക്കില്ല. അതെ അതെ. അപ്പോൾ ഫബില് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ കേസിൽ ഇപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മുടെ മുന്നിൽ ഒരുപാട് ചലഞ്ചുകൾ വരും, ഒരുപാട് പ്രശ്നങ്ങൾ വരും. നമ്മൾ അതൊക്കെ തരണം ചെയ്ത് അതൊക്കെ മാറ്റിയിട്ട് പഠിച്ചവർക്ക് തന്നെയാണ് റിസൾട്ടുകൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. അവർ തന്നെയാണ് ടോപ്പ് റാങ്കിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഫബില് പറഞ്ഞ പോലെ തന്നെ നിങ്ങളത് തീരുമാനം എടുത്താൽ ഈ ജോലി എനിക്ക് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഈ ഒരു ഗവൺമെൻറ് സെക്ടറിൽ കയറുക എന്നുള്ളത് എൻ്റെ അത്യാവശ്യമാണെന്ന് നിങ്ങളൊന്ന് കരുതിയിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അതാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ഈ സൈലം ടീം ഉണ്ടാവും. അപ്പോൾ സൈലത്തിൻ്റെ നമ്മൾ ടെക്നിക്കൽ ക്ലാസ്സുകൾ ഉടനെ തന്നെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ നമ്പറുകൾ കോൺടാക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്, ഗ്രൂപ്പുകളുടെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരുപാട് അപ്ഡേറ്റുകൾ ഇപ്പോൾ നിങ്ങൾ വരാൻ പോകുന്ന ഈ ഒരു എക്സാംസുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരുപാട് ഫ്രീ കണ്ടന്റുകളും അതുപോലെ തന്നെ ഒരുപാട് അപ്ഡേറ്റുകൾ ഈ ഒരു ചാനലിലും ഗ്രൂപ്പുകളിലൊക്കെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ അല്ലേ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇത് നമുക്ക് തുടങ്ങുമ്പോൾ ഒരു ഇതുണ്ടാവും, ഡൗട്ട് ഉണ്ടാവും, കിട്ടുമോ കിട്ടൂല. ബാക്കിലേക്ക് കയറി കഴിഞ്ഞാൽ എന്തുകൊണ്ടും നേടിയെടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇങ്ങനെ കുറച്ച് വാല്യബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളായിട്ട് ഞങ്ങളോടും ഷെയർ ചെയ്തിരുന്നതിന് എന്തായാലും ഫബിലിന് താങ്ക്സ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്.